1 kg ഡക്കാണ് ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാലയും 5 പച്ചമുളക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് കുക്കായി കിട്ടും. കുക്കറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫുൾ പ്രഷറൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നാളികേരത്തിൻ്റെ ചെറിയ പീസുകൾ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു നാടൻ കറിയുടെ ടേസ്റ്റ് കിട്ടും. ഇനി ആ ഓയിലിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോൾ 2 വലിയ സവാള സ്ലൈസ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 200 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മസാലയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിച്ചതും 2 ടീസ്പൂൺ കുരുമുളകും 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചൂടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് കുക്കായി വരുമ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇനി അതിലേക്ക് ഒരു അരമുറി നാളികേരപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഡക്ക് റോസ്റ്റിൽ കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പെപ്പർ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ കറിക്ക്. സെർവ് ചെയ്യാനായിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു നാടൻ രീതിയിലുള്ള താറാവ് കറിയാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്